ചിക്കാഗോ സെന്റ് തോമസ് രൂപത രജത ജൂബിലി ആഘോഷിക്കുന്ന 2026 ദൈവം നമ്മെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി 3 വൈദികരെ നൽകിക്കൊണ്ടാണ്. അതിനുവേണ്ടി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ കഴിഞ്ഞ ദിവസം മെയ് 23-ാം തീയതി ശനിയാഴ്ച സെയിന്റ് തോമസ് ഗാർലൻ പള്ളിയിൽ വെച്ച് രൂപതയ്ക്ക് വേണ്ടിയും ജീസസ് യൂത്തിന് വേണ്ടിയും നിയുക്തനായിരിക്കുന്ന ഫാദർ പള്ളിവാതിക്കൽ അച്ഛനോട് കൂടിയാണ് നാം ആയിരിക്കുന്നത്. അച്ഛൻ്റെ ഓർഡിനേഷനും പ്രഥമ ദിവ്യകാരുണ്യ ബലിയിലും പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അച്ഛ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ ഓർഡിനേഷൻ മെസ്സേജിൽ അച്ഛൻ പറയുകയുണ്ടായി, അച്ഛൻ്റെ ആ ഒരു ചെറുപ്പകാലവും അതിൽ നിന്ന് ജീസസ് യൂത്ത് മൂവ്മെന്റിലൂടെ അച്ഛൻ വളർന്നു വന്നതും അമേരിക്കയിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് ഇവിടെ എത്തുന്നതുമെല്ലാം അത് കഴിഞ്ഞാണ് ഒരു നല്ലൊരു പ്രൊഫഷണൽ കെയർ കഴിഞ്ഞിട്ടാണ് അച്ഛന് ദൈവവിളി ഉണ്ടാകുന്നതെല്ലാം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, അച്ഛൻ്റെ ആ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയെന്ന് അച്ഛനൊന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം കേരളത്തിലാണ്. അവിടെ സ്കൂളിൽ പഠിച്ചതും രാജഗിരിയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിനുശേഷം അവിടെ തന്നെ ഇൻഫോ പാർക്കിൽ TCS എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി തുടങ്ങി. അങ്ങനെ ഒരു 3 വർഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് US ഒരു ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഞാൻ ആദ്യം വന്നത് ന്യൂയോർക്കിൽ ആൽബനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ദിവസം കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഒരു ദൈവവിളിയെ കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ ആദ്യമായിട്ട് വരുന്നത്. താങ്ക് യു അച്ഛ. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു, അച്ഛൻ പറഞ്ഞല്ലോ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ അതൊരു പെട്ടെന്നുണ്ടായ ഒരു സ്പാർക്കായിരുന്നോ അതോ ഓവർ ദ ടൈം അച്ഛൻ്റെ മനസ്സിൽ ഉൾത്തിരിഞ്ഞ ഒരു വിളിയായിരുന്നോ? രണ്ടുമുണ്ട്. ഞാൻ ഏകദേശം ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കൂടുതൽ ഒരു പ്രാർത്ഥനയിലേക്കും ദൈവാനുഭവത്തിലേക്കൊക്കെ ജീസസ് യൂത്തിലൂടെ വരുന്നത്. ആ ഒരു ദൈവാനുഭവമൊക്കെ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വൈദികനാവാനായിട്ടുള്ള ഒരു ചിന്തയൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു മനസ്സിൽ. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ 10 years ago ഗുഡ് ഷെപ്പേർഡ് സൺഡേ ആണ് അത് സംഭവിച്ചത്. ഗുഡ് ഷെപ്പേർഡ് സൺഡേ ആണ് യൂണിവേഴ്സൽ പ്രയർ ഡേ ഫോർ വൊക്കേഷൻ ആയിട്ട് കൂടി ആചരിക്കുന്നത്. ഇതൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നു. ഈശോ ചോദിക്കുന്നതായിട്ട്, കെൻ യു ബി എ പ്രീസ്റ്റ് എന്ന് മനസ്സിൽ ചോദിക്കുന്നതായിട്ട് തോന്നി. എൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, ഒരു രക്ഷയില്ല കർത്താവേ, എനിക്ക് നമ്മള് ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലല്ലോ, നമ്മള് വിവാഹം കഴിക്കണം, ഒരു മിഷണറി ആയിട്ടുള്ള ജീവിതമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വൈദികനാവാനുള്ള ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ദൈവം അത് അങ്ങനെ ഒരു തുറവി മനസ്സിലേക്ക് തന്നു. അന്ന് തന്നെ കുറച്ച് അടയാളങ്ങളും ഒക്കെ ദൈവം തന്നു. അവിടുത്തെ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ലൈഫ് ടീം മിനിസ്ട്രിയിൽ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു പള്ളിയായിരുന്നു. അവിടുത്തെ യൂത്ത് മിനിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു സ്കിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സ്കിറ്റ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 3-4 പേരെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ സ്കിറ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്, യു ഹാവ് ടു ഡു ഇറ്റ് ഓൺ കൺഫെഷൻ ആൻഡ് അനോയിന്റിംഗ് ഓഫ് ദ സിക്ക്, ദീസ് 2 sacraments. And he said, but I want you to be the priest എന്നും. അങ്ങനെ അന്ന് തന്നെ ഇതൊക്കെ വന്നു. അപ്പൊ എനിക്കിങ്ങനെ, ഈശോയെ നീ എന്തോ എന്നോട് പറയാണല്ലോ, എനിക്കൊന്നും മനസ്സിലാവും. ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഈശോയോട് പറഞ്ഞു, ഈശോയെ, if this is really you, make it clear for me. കാരണം ഞാൻ ജോലിക്കായിട്ടും വിസയിലൊക്കെ വന്ന ആളാണ്. എനിക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ബട്ട് ഗോഡ് വാസ് ജനറസ് ഇനഫ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ഫോർ മീ. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റപ്പോൾ വേറൊരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കണക്ഷനും ഒന്നും അറിയാത്ത ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ I felt like praying for your vocation and I prayed for your vocation and then I looked at my phone. അപ്പോഴാണ് you sent me the picture of the skit that you played as a priest. അപ്പം എനിക്ക് തോന്നി അങ്ങനെ ഇനി വൊക്കേഷനിലേക്ക് വല്ല വിളിയുണ്ടോ എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതാ ഞാൻ വിളിച്ചത്. But she had no idea about anything that had happened here. So അങ്ങനെ പല രീതിയിൽ ദൈവം ഒരു സജഷൻസ് തരാൻ തുടങ്ങി എൻ്റെ ഹൃദയം തുറക്കാനായിട്ട്. എനിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ആളല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവം നമുക്കത് ശരിക്കും വേണമെന്ന് തോന്നുന്ന സമയത്ത് ദൈവം അത് തരുന്നു. അങ്ങനെ ഒരു സ്പാർക്ക് അവിടെയാണ് ഉണ്ടായത്.
ബട്ട് ദെൻ ആ ഒരു സയൻസോ അടയാളങ്ങളോ ഒന്നും അല്ല, പക്ഷെ പല രീതിയിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോ ദൈവത്തിന്റെ വലിയ പരിപാലനയും സ്നേഹവും ഒക്കെ എനിക്ക് കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഫാമിലിയുടെ കാര്യത്തിലും എൻ്റെ ഫാദർ മരിച്ചായിരുന്നപ്പോഴേക്കും അമ്മയുടെ കാര്യങ്ങളും അനിയത്തിയുടെ കാര്യങ്ങളും ഒക്കെ ദൈവം, ഞാൻ നിന്നെ ഇത്രയും നാളും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും നിന്നെ നോക്കും എന്ന് ഈശോ വളരെ സ്നേഹത്തോടെ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ that gave me a confidence to keep going. And even marriage ആണെങ്കിലും the desire for family and children, everything, അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹങ്ങള് അതിനെ ഒന്നും കളയാതെ a deeper way the Lord fulfilled all of those desires for family, and it is all multiplied. അങ്ങനെയാണല്ലോ ദൈവം എപ്പോഴും ചെയ്യുന്നത്. അബ്രഹാമിനും എല്ലാ ബൈബിളിലുടനീളം നമ്മളത് കാണുന്നുണ്ട്. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഏറ്റവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒത്തിരി ആഴത്തില് അത് നിറവേറ്റും. അങ്ങനെയാണ് ഒരു വിളിച്ച വിളിയില് ദൈവം വിശ്വസ്തനാന്നുള്ള തീർച്ചയായിട്ടും. പിന്നെ അച്ഛൻ കഴിഞ്ഞ ദിവസം മെസ്സേജിൽ പറയുണ്ടായി, അപ്പൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഈ ദൈവവിളിയിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അമ്മയുടെ ഒരു ഏക മകനാണ്, 2 പെൺകുട്ടികളാണ്. അമ്മയുടെ സഫറിങ്ങിനെ പറ്റിയും ഒക്കെ അച്ഛൻ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് അച്ഛന് ഈ ഒരു ഫോർമേഷൻ ലഭിച്ചത്? എസ്പെഷ്യലി ഞങ്ങളിപ്പോൾ US-ലാണെങ്കിലും എബ്രോഡൊക്കെ വളർത്തുന്ന ഞങ്ങൾ പേരൻസ് മക്കളെ വളർത്തുമ്പോൾ എങ്ങനെയാണ് അച്ഛന് കിട്ടിയ ഒരു ഫോർമേഷൻ കുടുംബത്തിൽ? ഉറപ്പായിട്ടും അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെ ഒന്ന് പങ്കുവെക്കാമോ അച്ഛനത്? ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ അനുഭവവും വൊക്കേഷനെ കുറിച്ചുള്ള ചിന്തകൾ വന്ന സമയത്തുള്ള അനുഭവം പറയാം. ചെറുപ്പത്തില് അച്ഛ ഒരു നാച്ചുറലി അങ്ങനെ ഒരു ഫെയ്ത്ത് ഒക്കെ ഉള്ള ഒരാളായിരുന്നില്ല. ഞങ്ങള് ഫാമിലിയുമോ അങ്ങനെ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു വിശ്വാസ ജീവിതമൊന്നും അത്ര ആഴമായിട്ട് ജീവിച്ചിരുന്ന ആളല്ല. അച്ഛക്ക് ഒരുപാട് വേറെ പൊളിറ്റിക്സും ക്ലബും അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ചെറുപ്പത്തില് അച്ഛയുടെ അങ്ങനെ നല്ല ഓർമ്മകളൊന്നും ഇല്ല. പക്ഷെ ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അച്ഛയ്ക്ക് ഒരു വലിയൊരു കൺവേർഷൻ ഉണ്ടാവുന്നത്. അതൊരു അച്ഛയുടെ കൺവേർഷൻ എന്നെ എപ്പോഴും അതിശയപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛ ഒരു 180 ഡിഗ്രി ടേൺ ആയിരുന്നു. ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വളരെ ആഴമായിട്ട് പിന്നെ ദൈവത്തിന് വേണ്ടിയാണ് ജീവിതം മുഴുവൻ അച്ഛൻ ജീവിച്ചത്. അച്ഛയ്ക്ക് അറിയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ അതുപോലെ ഒരു സ്നേഹം നൽകാനായിട്ട് അത്രയ്ക്ക് പറ്റിയിട്ടില്ല എന്നറിയായിരുന്നു. പക്ഷെ അതിനും മാത്രം ധാരാളമായിട്ട് അച്ഛ ആ ഒരു സമയങ്ങളിൽ എനിക്ക് സ്നേഹം നൽകി. എന്നെ പലപ്പോഴും സെമിനാരി ജീവിതത്തിലൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ കുറിച്ച് ഉള്ള ഒരു സ്നേഹമൊക്കെ അനുഭവിക്കുമ്പോൾ പലപ്പോഴും അച്ഛയുടെ ഇമേജസ് ഒക്കെ എൻ്റെ മനസ്സിൽ വരും. ഞാൻ രാവിലെ കിടന്നുറങ്ങുമ്പോൾ എന്നെ വിളിക്കാനായിട്ട് അച്ഛ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നേരത്തെ വരും. എന്നിട്ട് എൻ്റെ കൂടെ കിടക്കും. കുറച്ചു നേരം എന്നെ തലോടും. വലുതായതിനു ശേഷം ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പോലും ഇതുപോലൊരു സ്നേഹവും ഒക്കെ അച്ഛൻ പ്രകടിപ്പിക്കുമായിരുന്നു. അത് വളരെ ഒരു ഹൃദ്യമായിട്ട് എൻ്റെ മനസ്സിൽ എന്നും കിടപ്പുണ്ടായിരുന്നു. അമ്മയാണെങ്കിലും എന്നും ഒരു ഭയങ്കര ഒരു സൈലന്റ് ആൻഡ് ഹംബിൾ ഒരു ആളാണ്. അപ്പം അമ്മയുടെ ഒരു വളരെ ടെൻഡർ ലവ് എനിക്ക് വീണ്ടും ദൈവത്തിന്റെ ഒരു സ്നേഹവും ഒക്കെ അനുഭവിക്കാനും കണക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അമ്മ ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം കഴിക്കുള്ളൂ, ഏറ്റവും ലാസ്റ്റ് എവിടെ പോയാലും ഇരിക്കുള്ളൂ, എല്ലാം ഏറ്റവും ലാസ്റ്റ് ആണ്. അമ്മ ഹ്യൂമിലിറ്റിയാണ്. പക്ഷെ ഈ ഒരു വൊക്കേഷൻസിലേക്ക് വന്നപ്പോഴത്തേക്കിനും 2 കാര്യങ്ങൾ. ഒന്ന്, അച്ഛ എന്ത് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. കാര്യം അച്ഛ വിശ്വാസത്തിലൊക്കെ ആണെങ്കിലും അച്ഛ എന്ത് പറയുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. അതിന് വലിയൊരു അടയാളം ഒരു അനുഗ്രഹമായത് അച്ഛയുടെ ഒരു സെൽ ഗ്രൂപ്പ് മെമ്പർ ഒരു അങ്കിള് എന്നെ എനിക്ക് വളരെ നല്ലപോലെ അറിയാവുന്ന. അപ്പൊ ഡേവിസ് അങ്കിളിനെ ഒരിക്കൽ ഞാൻ ഈ ചിന്തകളൊക്കെ തുടങ്ങിയതിന് ശേഷം നാട്ടിൽ പോയപ്പോൾ കാണാനിടയായി. അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാതച്ച എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ പണ്ട് സെൽ ഗ്രൂപ്പ് കൂടിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അവൻ അച്ഛനാവൊന്നും പോകാൻ സാധ്യതയില്ല, പക്ഷെ ഞങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഒക്കെ അത്ര നല്ലതല്ല, പക്ഷെ ഇഫ് ഹി എവർ ഗോസ് ഐ വിൽ ബി സോ ഹാപ്പി എന്ന് എനിക്കത് സ്വർഗത്തിൽ നിന്ന് അച്ഛ പറയുന്നത് പോലെ ഒരു കൺഫർമേഷൻ ആയി. അമ്മയ്ക്കും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അമ്മ ഓബിയസ്ലി അനിയത്തിയുടെ കാര്യം ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ അതും അമ്മ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല.
അമ്മ ആ ഒരു അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ അതൊരു വളരെ ഒരു സ്പിരിച്വൽ ജേർണി ആയിട്ട് അത് എടുത്തു. അമ്മ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും എന്നും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഈവൻ അച്ഛൻ പറയും, അച്ഛയുടെ ഒരു കൺവേർഷന്റെ ഏറ്റവും പ്രധാന കാരണം അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് പറയുമായിരുന്നു. പക്ഷെ അമ്മ ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ പോയി. എനിക്ക് വലിയൊരു അനുഭവമായത്, ഞാൻ സെമിനാരിയിൽ ചേരുന്ന അന്ന് അമ്മയ്ക്ക് പോലും ഇത് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അന്ന് അമ്മേനെ വീഡിയോ കോളിൽ വിളിച്ചു. അമ്മയുടെ അടുത്ത് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അച്ഛയുടെ അനുഗ്രഹം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അമ്മ നല്ലപോലെ കരഞ്ഞ് അന്ന് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ അമ്മേനെ സങ്കടത്തിൽ കണ്ടിട്ടില്ല. അമ്മ എന്നും വളരെ സന്തോഷത്തിലാണ്. പിന്നെ ഞാൻ സെമിനാരിലേക്ക് പോകുന്നതും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസത്തെ അമ്മയുടെ ആദ്യത്തെ കൊന്ത എനിക്ക് വേണ്ടിയാണ്. അപ്പം അമ്മയുടെ ഒരു പ്രാർത്ഥനയിലും സപ്പോർട്ടിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാനായിട്ടും എനിക്ക് ഒരു അനുഗ്രഹം ഉണ്ടായി. പക്ഷെ അതിലും അമ്മയുടെ ഒരു പെർഫെക്റ്റ് ആഗ്രഹം ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പോയത്. പക്ഷെ ദൈവം എന്നെ വിളിച്ച് അങ്ങനെ പോകാനായിട്ടുള്ള ഒരു കൃപ തന്നു. അമ്മയും ദൈവം ഒരുക്കി എന്നുള്ളതാണ് ഞാനും അതിൽ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങൾ കാണാനായിട്ട് പറ്റി. അച്ഛൻ എന്ന ചേച്ചിയുടെയും അനിയത്തിയുടെയും കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞിരുന്നു, അപ്പോ അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് സപ്പോർട്ട് ചെയ്ത കാര്യത്തെ പറ്റി അച്ഛൻ പങ്കുവച്ചല്ലോ, അതെങ്ങനെയാണ്? കാരണം ഒറ്റ മകനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിനെയാണ് ഞാൻ ചേച്ചിനോട് പറഞ്ഞു. വീട്ടിൽ ആദ്യം പറയുന്നത് ചേച്ചിനോടാണ്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, മത്സ, if this is a call from God, you have to go. Rest everything, we will take care. Don't worry about it. Don't worry about it. And they have, followed it through all these years. ഒത്തിരി സ്നേഹത്തോടെ അമ്മയുടെ കാര്യങ്ങളിലും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലും പ്രാർത്ഥനയിലും ഒക്കെ ചേച്ചിയും അനിയത്തിയും ഒക്കെ അളിയനും ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് എന്നും മുന്നോട്ട് പോകുന്നു. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അച്ഛാ, ജീസസ് യൂത്ത് മൂവ്മെന്റ് ഇപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ജീസസ് യൂത്ത് മൂവ്മെന്റ് സ്നേഹം അച്ഛനിലേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അച്ഛനും അതുപോലെ തന്നെ മൂവ്മെന്റിനോട് അത്രമാത്രം സ്നേഹമുള്ളതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ അവര് ജീസസ് യൂത്ത് മൂവ്മെന്റ് എങ്ങനെയാണ് അച്ഛനെ ഒരു ഫോർമേഷനിൽ ഈ ഒരു സെമിനാരി ലൈഫിലും അതിന് മുമ്പുമായിട്ട് ഹെൽപ്പ് ചെയ്തത് എന്നൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, രാജഗിരി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ജീസസ് യൂത്തിന്റെ ഒരു പ്രയർ ഗ്രൂപ്പിന് പോകുന്നത്, പിന്നെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് തുടങ്ങി പല ടീൻസ് മിനിസ്ട്രിയിലും ക്യാമ്പസ് മിനിസ്ട്രിയിലും പ്രൊഫഷണൽ മിനിസ്ട്രിയിലും ഒക്കെ കഴിഞ്ഞ ഒരു 22 വർഷമായിട്ട് ഞാൻ ജീസസ് യൂത്തുമായിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് അതിലേറ്റവും ആഴമായിട്ട് എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഞാൻ ആയിരിക്കുന്ന രീതിയിൽ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഫൗണ്ടേഷനലി ഐ ഫെൽറ്റ് അക്സെപ്റ്റഡ്, ഐ ഫെൽറ്റ് ലവ്ഡ് ആസ് ഐ ആം. ആൻഡ് ദാറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേക്കിനും ആളുടെ കുറവുകളും ഒരു റഫ് എഡ്ജസും ഒക്കെ ഉണ്ടാവും. എനിക്ക് ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും വാരിക്കോരി സ്നേഹം നൽകാനും പറ്റുമ്പോൾ ആ സ്നേഹത്തിലാണ് ഐ ഫീൽ all the transformations happens. എനിക്കും രണ്ടാമതൊരു കാര്യം, എനിക്കും ഇതുപോലെ വിശ്വാസത്തിൽ ഈശോയോടൊപ്പം വളരെ സന്തോഷത്തിൽ ജീവിക്കുന്ന കുറെ പേരെ കാണാനായിട്ടുള്ള ഒരു വിറ്റ്നസ് ഉണ്ടായി. അത് കണ്ടപ്പോ എനിക്കും ഇങ്ങനെ ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഒരു വെരി ബ്യൂട്ടിഫുൾ വേ ഓഫ് ചാലഞ്ചിങ്. ഐ വോണ്ട് ടു ബി ചാലഞ്ച് ലൈക്ക് ദാറ്റ്. ഐ വോണ്ട് ടു ലിവ് ലൈക്ക് ദിസ്. ഇതിൽ ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. ഒരുപാട് പേര് സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒത്തിരി സന്തോഷം. ഈശോയ്ക്ക് വേണ്ടി ജോലിയൊക്കെ കളഞ്ഞിട്ട് പോകുമ്പോൾ വലിയ സന്തോഷം. ഇതെന്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു? അതിൽ പിന്നെ ഒരുപാട് പ്രൊവിഡൻസ് കാണുന്നു. വീട്ടിലെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യപ്പെടുന്നു. പരീക്ഷയിലും ജോലിയിലും ഒക്കെ ദൈവം ഒരുപാട് പേരെ സഹായിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നോ ഈശോ അതിന് ഒരിക്കലും 10 ഇരട്ടിയിൽ കുറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഇതുപോലെ ജീവിക്കണം, വിശ്വാസത്തിൽ ജീവിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ജീവിക്കാനും ഈശോയ്ക്ക് വേണ്ടിയും മിഷണറി ആയിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം ഒക്കെ തുടങ്ങുന്നത് ജീസസ് യൂത്തിലൂടെയും ജീസസ് യൂത്തിലെ ഒരു അക്കമ്പനിമെന്റിലൂടെയും ഒരുപാട് ഫ്രണ്ട്സിന്റെയും ഫാമിലീസിന്റെയും ഒക്കെ സ്നേഹത്തിലൂടെയൊക്കെയാണ്.
May good God bless you throughout your priesthood, Acha. Thank you so much for your precious time, especially during your busy week of your ordination, and really appreciate your time. And thank so you. much. Please Thank pray you. for us. Thank you so much. ഈശോ മിശിഹായെ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.